അല്ലാഹുവും അവന്റെ മലക്കുകളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഈ ആയത്ത് നമ്മളൊന്ന് തലനാരിഴകേറി ചർച്ച ചെയ്താൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു പറയുകയാണ്, നബി തങ്ങളുടെ മേൽ അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നത് സത്യമാണെന്ന് ഉൾക്കൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെയുള്ള സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി, നിങ്ങൾ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ. അത് അല്ലാഹുവും മലക്കുകളും ചെയ്യുന്നതാണ്, പോരാ. വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ പോരാ, സലാമും കൂടെ നബി തങ്ങളുടെ മേൽ ചൊല്ലണേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന പ്രവർത്തനമാണ്. അത് നിങ്ങളും ചെയ്തിരിക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ച ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. മാത്രമല്ല, ഏതു മനുഷ്യനും ഏത് സമയത്തും നിർവഹിക്കാവുന്ന ഇബാദത്താണ്. ചില ഇബാദത്തുകൾ ചില സമയത്ത് നിർവഹിക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കണേ, ശാരീരിക ശുദ്ധിയില്ലാത്ത സമയത്ത് പുരുഷനും സ്ത്രീക്കും നിസ്കരിക്കാൻ കഴിയില്ല, നോമ്പ് നോൽക്കാൻ കഴിയില്ല, മറ്റു പല കാര്യങ്ങൾക്കും കഴിയില്ല, ഹജ്ജിന്റെ പ്രധാനമായ പ്രവർത്തനങ്ങൾക്ക് കഴിയില്ല. ശാരീരികമായ ശുദ്ധിയില്ലാതെ ഈ ഇബാദത്തുകളൊന്നും നിർവഹിക്കാൻ കഴിയില്ല. എന്നാൽ ഏത് ശുദ്ധിയില്ലാത്ത സമയത്തും എപ്പോഴും നിർവഹിക്കാവുന്ന ഒരു ഇബാദത്ത്, നാവ് കൊണ്ട് പറയാതെ പോലും മനസ്സുകൊണ്ട് നിർവഹിക്കാവുന്ന ഇബാദത്ത്, ഹൃദയം കൊണ്ട് ചെയ്യാവുന്ന ഇബാദത്താണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. കാരണം അതിന് പ്രത്യേകമായി വുളൂ വേണ്ട, കുളിക്കേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം കൂടി ചേർത്തു പറയട്ടെ, ഇതിന് ഇബാദത്തിന്റെ മഹത്വമുള്ളതുകൊണ്ട് മഹാന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, മഹത്തുക്കളായ ആളുകൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി വുളൂ ചെയ്തിരുന്നു. എന്താ പറഞ്ഞേ? ശുദ്ധി ആവശ്യമില്ലാത്ത ഇബാദത്താണ് സ്വലാത്ത്. മറ്റേത് ഇബാദത്തിന് എന്ത് വേണം?